പാകിസ്ഥാനിലെ ഒരു മന്ത്രിയുടെ വളരെ പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനയാണ് വരുന്നത്. നമുക്ക് വലിയൊരു താക്കീത് പോലെ. അതായത് ഡൽഹിയും കാബൂളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഡൽഹിയിലേക്കും അവരുടെ നോട്ടം ഉണ്ട് എന്നാണോ അതിനകത്ത് അർത്ഥം? ആ രീതിയിൽ യുദ്ധം ഉടനെ ഉണ്ടാകും എന്നുള്ള രീതിയിലേക്കുള്ള വർത്തമാനമായി. ഖാജ ആസിഫ് എന്ന് പറഞ്ഞ ഒരുത്തന്നെ, അവൻ എനിക്ക് തോന്നുന്നു പ്രതിരോധ മന്ത്രിയാണ്, അല്ലെങ്കിൽ നമ്മുടെ രാജ്നാഥ് സിംഗിന്റെ പദവി വഹിക്കുന്ന ആളാണ്. അപ്പൊ അവനാണ് ഈ സിന്ധുവിന്റെ സമയത്ത്, ഈ സിന്ധൂർ ഓപ്പറേഷൻ സമയത്ത് ഏറ്റവും കൂടുതൽ പ്രകോപനം ഉണ്ടാക്കുകയും രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും എന്തുവാണ് ഈ അണുവായുധം ഇടുമെന്നൊക്കെ പറഞ്ഞു നിന്ന ഒരാളാണ്. ഇപ്പം ഇവന് നമ്മുടെ വർത്തമാനം പറയുന്നത് ചെറുതായിട്ട് കാണേണ്ട കാര്യമില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മളും കൂടി ഇരുന്നിട്ടൊരു ചർച്ച ചെയ്ത സോണിയാഗാന്ധിയുടെ വർത്തമാനം വെച്ചിട്ട്, അല്ലെങ്കിൽ പാകിസ്ഥാനകത്ത് നിന്ന് ടിങ് ടാങ്കുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബുദ്ധിജീവികൾ എന്നുള്ള രീതിയാണ് കഴിഞ്ഞ ദിവസം ആ വീഡിയോ ചെയ്തതാണ്. അപ്പൊ അവിടുന്ന് ഇങ്ങനെ 60% അല്ലെങ്കിൽ സാധ്യത 12 മുതൽ 24 മാസത്തിനകത്ത് യുദ്ധം തുടങ്ങാൻ ഇടയുണ്ടെന്നുള്ള രീതിയിലേക്കുള്ള വാർത്ത നമ്മൾ ചെയ്തതാ. മാത്രമല്ല ഇപ്പൊ ഇവിടെ ചില വെള്ളത്തിന്റെ പേരിൽ വെള്ളം കൊടുക്കണ്ടേ, അവിടെ സിന്ധൂർ അല്ലെങ്കിൽ നദീജല കരാറിന്റെ പേര് പറഞ്ഞിട്ടാണ് ഇപ്പം ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ആ വിഷയം ഒരു വലിയ മാനുഷിക വിഷയമാക്കിയിട്ട് ഉയർത്തി കാണിക്കാൻ നമ്മുടെ ഇന്ത്യയിലുള്ളവരും കേരളത്തിലുള്ളവരും, ഇത് നമ്മൾ വിചാരിക്കുന്നത് പോലെ അതൊരു വലിയ നമ്മുടെ മനുഷ്യാവകാശവും മാനുഷിക പരിഗണനയും അല്ലെങ്കിൽ മറ്റു പലതൊന്നുമല്ല. ഇത് ഇവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാരായത് മനസ്സിലാക്കണം. അതായത് അവർ പറയുന്നതിനകത്ത് ന്യായമുണ്ടെന്നും അതാണ് ശരിയെന്നും ഇന്ത്യ ചെയ്യുന്നത് ശരിയല്ലെന്നും ഒക്കെ വരുത്തി തീർത്തിട്ട് നാളെ കാലത്ത് ഒരു യുദ്ധം ഉണ്ടായാൽ പോലും ആ യുദ്ധത്തിന് കാരണക്കാരൻ ഇന്ത്യയാണ്. അപ്പം പാകിസ്ഥാനെ യോജിക്കത്തക്ക രീതിയിൽ, പാകിസ്ഥാന്റെ ഭാഗമാക്കത്തക്ക രീതിയിലേക്കുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടാകണം. അതായത് പാകിസ്ഥാൻ യുദ്ധം ചെയ്യുന്നപ്പോൾ ഇന്ത്യക്കകത്ത് നിന്നുണ്ട്, ഇന്ത്യയോടാ യുദ്ധം ചെയ്യുന്നതെങ്കിലും പാകിസ്ഥാന്റെ കൂറ് പുലർത്തും നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ മാനസികാവസ്ഥയുള്ള ആൾക്കാർ കൂടുതലുണ്ട്. അപ്പം അതല്ല ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത്, ഇപ്പൊ ഇയാൾ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ കാബൂൾ, സാർ പറഞ്ഞല്ലോ, കാബൂളും ഡൽഹിയും ഞങ്ങൾക്ക് ഒരുപോലെ ഉള്ളൂ. കാബൂളിലേക്ക് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇയാൾ വ്യോമാക്രമണം നടത്തിയായിരുന്നല്ലോ, അത് അഫ്ഗാനിസ്ഥാനിൽ തലസ്ഥാനമാണെന്ന്. അപ്പം അവിടേക്ക് വ്യോമാക്രമണം നടത്തി, അതിൻ്റെ അർത്ഥം അതാ. അപ്പം ഡൽഹിയിലേക്ക് വ്യോമാക്രമണം നടത്തും, അല്ലെങ്കിൽ മിസൈൽ എടുത്ത് വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ മിസൈൽ വിടാൻ തയ്യാറായിരിക്കുന്നു, അതിന് ഞങ്ങൾക്ക് ഭയമൊന്നുമില്ല. അതായത് അഫ്ഗാനിസ്ഥാനെ കാണുന്ന അതേ മാനസികാവസ്ഥയിലെ അല്ലെങ്കിൽ അതേ രീതിയിലേ നമ്മളെ കാണുന്നുള്ളൂ. അഫ്ഗാനിസ്ഥാനെ കയറി ഇവൻ അടിക്കാൻ പറ്റുമായിരിക്കും, ഇന്ത്യ കയറി ഇവന് ഒന്ന് ഉമ്മ നമ്മൾ പറഞ്ഞു പറ്റിയില്ലല്ലോ കഴിഞ്ഞ ദിവസം. അന്നും ഇവൻ ഡൽഹിയെ ലക്ഷ്യം വെച്ചു, നമ്മുടെ പല പ്രധാനപ്പെട്ട നഗരങ്ങളെയും ലക്ഷ്യം വെച്ചു, നമ്മുടെ വ്യോമത്താവളങ്ങളെ ലക്ഷ്യം വെച്ചു, നമ്മുടെ സൈനിക താവളങ്ങളെ ഒക്കെ ലക്ഷ്യം വെച്ചു. ഇതെല്ലാം നമ്മൾ എവിടെയൊക്കെ ലക്ഷ്യം വെച്ചു അതെല്ലാം നമ്മൾ പ്രതിരോധിച്ചതാ സിന്ധുവിന്റെ സമയത്ത്. എവിടെയൊക്കെ ലക്ഷ്യം വെക്കാമോ അവിടെ എല്ലാം ലക്ഷ്യം വെച്ചു ഇവൻ. എന്നിട്ട് അന്ന് കാണിച്ച ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഒന്നും ഒക്കാഞ്ഞിട്ട് അവന്റെ അത്രയ്ക്ക് മനുഷ്യത്വരഹിതമായിട്ട് യുദ്ധതന്ത്രങ്ങളും യുദ്ധത്തിനകത്തെ നിയമങ്ങളും പോലും പാലിക്കാത്തവനാ. നമ്മളെ പെടുത്താൻ വേണ്ടി അവന്റെ എയർലൈൻസ് ആ സമയത്ത് ഓപ്പറേറ്റ് ചെയ്തില്ലേ, എന്നിട്ട് അതിന്റെ ഇപ്പുറത്തൂടെ ഫൈറ്റർ ജെറ്റ് വിട്ടില്ലേ. അപ്പൊ നമ്മൾ ഈ ഫൈറ്റർ ജെറ്റിനെ ലക്ഷ്യം വെക്കുമ്പോൾ ആളുകൾ കയറ്റിയുള്ള എയർലൈൻസ് തറയെ വീഴണം. അപ്പം എങ്ങനെ വരും? ലോകത്ത് ചർച്ചയാവത്തില്ലേ ഇന്ത്യ പാകിസ്ഥാന്റെ ഇതുപോലെ വിമാനം വെടിവെച്ചിട്ടു അല്ലെങ്കിൽ അത് യുദ്ധക്കുറ്റമോ ആ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പം ഏത് രീതിയിലും കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇനി വേണ്ടി നിൽക്കുന്ന ഒരിതുണ്ട്. അപ്പം ഇവന്റെ കാര്യം പറയുമ്പോൾ ഞാനീ പറഞ്ഞു വന്നത്, ഇവൻ ഈ ചുമ്മാതെ വർത്തമാനം പറയുന്ന പറയാം. നമ്മുടെ അടുത്ത് ഇപ്പം ഖാജ ആസിഫ് വർത്തമാനം പറയുമ്പോൾ ഇന്ത്യയിലെ അല്ലെങ്കിൽ രാജ്നാഥ് സിംഗ് പറയുക ഇവനൊക്കെ ചുമ്മാ ഇന്ത്യയോടായതുകൊണ്ട് വേറെ വല്ലതും പണി നോക്കാൻ പറയും. അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന സൈനിക തലവന്മാർ പറയും കാര്യമൊന്നുമില്ല, അവനെ കൈകാര്യം ചെയ്യാൻ പറ്റും. കാരണം അവനെ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ യുദ്ധത്തിനകത്ത് നമ്മളുടെ കൂടെ ഇസ്രായേൽ ഉണ്ടാകും. 100%. ഇസ്രായേലിൻ്റെ ഒരു കാരണം നോക്കിയിരിക്കുക. ഈ നമ്മൾ യുദ്ധം ഓപ്പറേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു പക്ഷേ യുമാരെ എല്ലാവരും ഒരു കാച്ചും. അവർ സാറിന് അറിയാമല്ലോ യുദ്ധം അങ്ങനെയാണ്. ഈ മുനീറിനെയും കാച്ചും, ഖാജ ആസിഫിനെയും കാച്ചും, ഇതുപോലുള്ള കക്ഷികളെയൊക്കെ കാച്ചും. അതിനകത്തൊക്കെ മാന്യതയും അല്ലെങ്കിൽ അതെന്താ ചെയ്തതെന്ന് ചോദിക്കാനൊന്നും ആളൊന്നും ഇന്ന് ഇന്ത്യയിലല്ല, ലോകത്തെങ്ങുമില്ല. ഇസ്രായേൽ ചെയ്താൽ ചോദിക്കാനില്ല, നമ്മൾ ചെയ്താൽ പോലും ചോദിക്കാറുണ്ട്. അപ്പൊ ആ രീതിയിലെ കാര്യങ്ങളും. പക്ഷെ ഇവനെ വർത്തമാനം പറയുന്നത് നമുക്ക് നിസ്സാരമായിട്ട് എന്തോ സാർ ഉൾപ്പെടെ വിചാരിച്ചാണ് ഇവൻ എന്താ പറഞ്ഞാൽ എന്തോ സഹായിക്കാൻ പറ്റുമെന്ന്. നമുക്ക് ഇന്ത്യയെ പറ്റി ബോധ്യമുണ്ടായത് കൊണ്ടും സിന്ധുവിനകത്ത് നമുക്ക് ഇന്ത്യ പാകിസ്ഥാനെ അടിച്ചപ്പോൾ പാകിസ്ഥാൻ എങ്ങനെ ചുരുണ്ടെന്നുകൊണ്ട് സാറിന് എനിക്ക് ഉൾപ്പെടെ ബോധ്യം കാണും. പക്ഷേ ഇവന്റെ വർത്തമാനം യുദ്ധം ചെയ്യുമെന്ന് പറയുമ്പോൾ ചുമ്മാതെ പറയുമെന്ന് പറയാൻ പറ്റത്തില്ല. ഇവൻ ഈ വർത്തമാനം ഇതുപോലെ ബലൂചിസ്ഥാന് താക്കീത് കൊടുത്തതിന് ശേഷം ബലൂചിസ്ഥാനിൽ ആക്രമിച്ചിട്ടുണ്ട്.
ഖൈബർ പത്തൂൺ മേഖലയിൽ ആക്രമിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനം അഫ്ഗാനിസ്ഥാനെ കാണിച്ചു തരുമെന്ന് പറഞ്ഞതിന് ശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം അഫ്ഗാനിസ്ഥാനിൽ കയറി അടിച്ചിട്ടുണ്ട്. അപ്പം ആ രീതിയിലേക്ക് ഇവൻ വർത്തമാനം പറഞ്ഞാൽ, ഇപ്പം മോദി പാകിസ്ഥാനെ അടിക്കുമെന്ന് പറഞ്ഞാൽ അടിക്കുമെന്ന് പറയുന്നത് പോലെ ഇതുപോലെ ചെറിയ ചെറിയ ഓപ്പറേഷൻ, നമ്മൾ പറയുന്നത് കൊക്കിലൊതുങ്ങിലേ കൊത്തത്തുള്ളൂ എന്ന് പറഞ്ഞില്ലേ, കൊക്കിലൊതുങ്ങിലേ കൊത്തുമെന്ന് പറഞ്ഞതുപോലെ അവൻ വിചാരിക്കുന്ന കാര്യങ്ങൾ ഇതുപോലെ ബലൂചിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും അതുപോലെ ഒക്കുന്നിടത്തൊക്കെ നടത്താൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ട്. ഇവിടെ നടത്താൻ പറ്റുമോ, ഇവന്റെ വാചകത്തിന് എത്ര വിലയുണ്ടോ എന്നുള്ളത് എന്നതിനെപ്പറ്റി നമുക്കൊരാശങ്ക ഉണ്ടെങ്കിൽ ഇവിടെയും നടത്തുന്നതിന് വേണ്ടി തയ്യാറാകുന്നു അല്ലെങ്കിൽ അത്തരത്തിൽ താല്പര്യപ്പെടുന്നു എന്നുള്ള രീതിയിലേക്ക് വർത്തമാനം പറയേണ്ടി വരും. ഇത് ഇവൻ മാത്രം പറയുന്ന ഒരു വർത്തമാനവും അല്ലെങ്കിൽ രാവിലെ കുത്തിയിരുന്ന് കള്ളു കുടിച്ചിട്ട് ആൾക്കാർ വർത്തമാനം പറയുന്ന പോലെ പറയുമല്ല, ഇതിനെ പുറകിൽ പറയിക്കാൻ ആളുണ്ട്. ഇപ്പം ഇവൻ രാഷ്ട്രീയക്കാരനായതുകൊണ്ട് ഈ പറച്ചിലിന് രാഷ്ട്രീയക്കാർ പറയുന്നതും ഒരു സൈനിക മേധാവി പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അസീം മുനീർ പറയേണ്ട വാചകം ആയിരിക്കാം ഒരു പക്ഷേ ഈ പറയുന്നത്. അസീം മുനീർ നേരത്തെ സിന്ദൂറിന് ഓപ്പറേഷൻ അല്ലെങ്കിൽ പഹൽഗാം ഓപ്പറേഷൻ ഒരു ആഴ്ച മുമ്പ് ഒരു വർത്തമാനം പറയുന്ന സാറിന് ഓർമ്മയുണ്ടോ? അതിനുശേഷമാണല്ലോ ഇവിടെ വന്നിട്ട് പഹൽഗാം ആക്രമണം നടന്നത്. അവൻ അന്ന് ആ വർത്തമാനം പറഞ്ഞതിന് ശേഷം, അപ്പോൾ ആ വർത്തമാനത്തിനകത്ത് അർത്ഥം ഉണ്ടായിരുന്നല്ലോ. അതിനുശേഷമാണ് അവൻ സിന്ദൂർ ഓപ്പറേഷൻ. അപ്പൊ ഈ വർത്തമാനം അല്ലെങ്കിൽ മൂന്നാമത്തെ താക്കീത് ഇന്ത്യ അടിക്കുമെന്ന് പറയുന്നത് നിസ്സാരമായിട്ട് കാണേണ്ട കാര്യമില്ല. ഇന്ത്യ അടിക്കുന്നതിന് അവർ ഒരു വട്ടം പലവട്ടം ഒത്തിരി വട്ടം ആലോചിക്കേണ്ടി വരും. കാരണം അടുത്ത ദിവസങ്ങളിൽ തന്നെ കിട്ടി. പക്ഷേ അവരെ കൊണ്ട് യുദ്ധം ചെയ്യിക്കുന്നതിന് വേണ്ടി തയ്യാറാകുന്നുണ്ട്, അല്ലെങ്കിൽ അതിനുവേണ്ടി പുറകിൽ ആളുണ്ട്. ഇന്ത്യയുമായിട്ടൊരു യുദ്ധത്തിൽ അകപ്പെട്ട്, ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതുപോലെ തന്നെ ഇന്ത്യ ഒരു പ്രതിസന്ധിയിലേക്ക് പോകേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. കാരണം ഇന്ത്യയുടെ വളർച്ച, ഇപ്പൊ കഴിഞ്ഞ ദിവസം സാർ കണ്ടായിരുന്നു, ബംഗ്ലാദേശിനകത്ത് പല കാര്യങ്ങളും നമുക്ക് തരാൻ വെച്ചിരുന്ന പല കാര്യങ്ങളും ചൈനക്കാരൻ കൊണ്ടുപോയി. അമേരിക്കയ്ക്ക് യാതൊരു കംപ്ലൈൻറ്റും ഇല്ല. അവിടുത്തെ തുറമുഖം കൊണ്ടുപോയി, അല്ലെ മറ്റ് പല കരാറുകളും ചൈനയുമായിട്ട് കഴിഞ്ഞ ദിവസം ഇപ്പോഴത്തെ പുതിയ ഭരണാധികാരി പോയി ഏർപ്പെടുത്തി. ഒരു പരാതിയില്ല. നമ്മൾ നേരത്തെ ഈ തുറമുഖം ഏറ്റെടുക്കുന്ന സമയത്ത് അവന് വലിയ പരാതിയായിരുന്നു. ആർക്കാ? ട്രംപിനും അമേരിക്കയ്ക്കും. അല്ലെങ്കിൽ അവിടെ മറ്റ് ചില നീക്കുപോക്കൾ ഈ ഹസീന നടത്തുന്ന സമയത്ത് വലിയ പരാതിയായിരുന്നു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ചൈനയെക്കാട്ടിൽ അമേരിക്ക ഭയക്കുന്ന രാജ്യമായിട്ട് ഇന്ത്യ മഹാരാജ മാറി. കാരണം അവരൊക്കെ ഈ കാര്യങ്ങൾ ദീർഘവീക്ഷണത്തെ കൈകാര്യം ചെയ്യുന്നതാണല്ലോ. ചൈന ഒരു പക്ഷേ 25 കൊല്ലം കൊണ്ട് വികസിച്ച വികസനം ഇന്ത്യ 5 കൊല്ലം കൊണ്ട് വികസിക്കുന്നു എന്നുള്ള രീതിയിലേക്കുള്ള ഒരു പാറ്റേൺ വരുന്നുണ്ട്. ഇപ്പം മനസ്സിലാകുന്നുണ്ടോ? അപ്പം ചൈന ലോകത്തെ 2ാം ശക്തിയാണെങ്കിൽ ഒരുപക്ഷെ അമേരിക്കയെ മറികടക്കാൻ സാധ്യതയുണ്ടെന്ന് വിചാരിക്കുമ്പോഴും അതിനെക്കാട്ടിൽ സ്പീഡിൽ അല്ലെങ്കിൽ മൊത്തത്തിൽ അല്ലെങ്കിൽ അതിനെക്കാട്ടി ശക്തമായിട്ടും വ്യക്തമായിട്ടും ലോകത്ത് സ്ഥിര GDP മൂവ്മെന്റ് ഉള്ള ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറുന്നു. അതായത് തുലനം ചെയ്യുമ്പോൾ ചൈന ശത്രുവായിരിക്കാം അമേരിക്കയുടെ, പക്ഷേ അതിനെക്കാട്ടിൽ അമേരിക്കയ്ക്ക് ഇപ്പം താല്പര്യമില്ലാത്ത, മനസ്സുകൊണ്ട് ഇഷ്ടമില്ലാത്ത നമ്മുടെ പുരോഗതിയിലും അല്ലെങ്കിൽ നമ്മുടെ പ്രതിരോധ സംവിധാനത്തിലും മറ്റു പലയിടത്തും നമ്മുടെ കടന്നുകയറ്റം ഇഷ്ടപ്പെടാത്ത ഒരവസ്ഥ അമേരിക്കയ്ക്ക് ഉൾപ്പെടെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവന്റെ 3ാമത്തെ താക്കീത് പാകിസ്ഥാന്റെ താക്കീതായിട്ട് കാണണ്ട. അവനെ കൊണ്ട് ഇത് പറയിക്കുകയാണ്, ചെയ്യിക്കുകയാണ്. ഒരു യുദ്ധം നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ പറയുമ്പോൾ ഇയാൾ യുദ്ധം ഇപ്പോൾ കൊണ്ടുവരും അല്ലെങ്കിൽ യുദ്ധം ഇപ്പോൾ കൊണ്ടുവരും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അതിവിദൂരമല്ല, നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മളതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ അതിർത്തിയിലൊക്കെ നമ്മുടെ വിമാനങ്ങളിൽ അവിടുത്തെ ഇവരുടെ നിരീക്ഷണത്തിനകത്തൊക്കെ ഇന്ത്യക്ക് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നോട്ടിങ്ങോ ഒക്കെ കൂടുതലായിട്ട് വരുന്നുണ്ട്. ഇന്ത്യ അതിർത്തി മൊത്തവും വളരെ കൃത്യമായിട്ട് ഇതൊക്കെ കണ്ടാണ് നിൽക്കുന്നത്. അപ്പം ഈ ടിങ് ടാങ്ക് എന്ന് പറഞ്ഞില്ലേ, അവൻ്റെ അടുത്ത് ഈ യുദ്ധം ഉണ്ടാവുമെന്ന് പറയുമ്പോഴും അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇനിയും നീ അടിക്കാനും പിടിക്കാനും ഒന്നും പോവരുത് ഇന്ത്യയോട്. ഇന്ത്യ നിങ്ങൾ വിചാരിക്കുന്ന അവസ്ഥയിലല്ല ഇനി അടിക്കാൻ പോകുന്നത്. നിങ്ങൾ വിചാരിക്കും ഇവിടുന്ന് മിസൈൽ വിടുന്നു, ഇന്ത്യ മിസൈൽ വിടത്തില്ല. സാറ്റലൈറ്റ് ഓപ്പറേഷൻ ഇന്ത്യ നടത്താൻ പോകുന്നത്. ആദ്യമേ നിന്റെ മൊത്തം നമ്മൾ പറയുന്നില്ല, കാരണം ലൈറ്റും കണക്കും, എന്നിട്ട് ഇരുട്ടത്തടിക്കുന്നു, ലൈറ്റും കണക്കും. അതിനുശേഷം കമ്മ്യൂണിക്കേഷൻ മൊത്തം, റാഡാർ കമ്മ്യൂണിക്കേഷൻ മൊത്തം, അതായത് ഇയാൾക്ക് അവിടെ നിന്നിട്ട് എങ്ങോട്ടും ബന്ധപ്പെടാൻ പറ്റത്തില്ല, ഒരു രാജ്യത്തോടും ബന്ധപ്പെടാൻ പറ്റത്തില്ല. ഈ ഒരു പക്ഷേ കമ്മ്യൂണിക്കേഷൻ മൊത്തം ബ്ലോക്ക് ചെയ്യും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉദ്യോഗസ്ഥന്മാർക്കും സൈന്യ വൃത്തം പോലും ബന്ധപ്പെടുന്നത്. അതായത് അതേ രീതിയിലേക്കുള്ള ഓപ്പറേഷൻ ഇന്ത്യ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അതാണ് അടുത്ത യുദ്ധത്തിനകത്ത് പാകിസ്ഥാൻ വരുന്നത്. പാകിസ്ഥാൻ ഭസ്മമായി പോകും. ഒരു 1 മണിക്കൂർ കൊണ്ടെന്നുള്ള രീതിയിലേക്കുള്ള വിശകലനം അന്ന് ജപ്പാൻകാരും മറിച്ചിടത്തൊക്കെ നടത്തിയപ്പോൾ ഇന്ത്യ അത്തരത്തിലേക്ക് പോയി. മനസ്സിലാവുന്നുണ്ട്? അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഭയക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചൈനയല്ല ഇന്ത്യയാണ് കുഴപ്പമെന്ന് വിചാരിക്കുന്നത്. ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ ഏതായാലും ഭീഷണിയുണ്ട്, മിസൈൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.